പയ്യ അറിയാൻ പറ്റും ഗൈസ് നിങ്ങൾക്ക്. ആ തൊപ്പി സ്പാം. ആ നിന്റെ മൈക്കിൽ നിന്ന് തൊപ്പിയുടെ സൗണ്ട് എടുത്താ തൊപ്പി സ്പാം ചെയ്യാൻ തുടങ്ങി. റാംബോ ഒക്കെ ഒരു ഉഗ്ര സാധനം എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ്സ് ഒക്കെ ഇനി വരും. ഇനി റിക്രൂട്ട്മെന്റ്സും എല്ലാം വരും അല്ല റാംബോ? റിക്രൂട്ട്മെന്റും വരും, എല്ലാ അണ്ടിയും വരും. മനസ്സിലായ? ഇനിയല്ല കളി മക്കളാ, ഇനിയല്ല കളി ആണ് നമ്മൾ തുടങ്ങണം അല്ലേ രാജുഭായി? ലിറ്ററലി പറയാം ഇവരെ എനിക്ക് ലീഡേഴ്സ് കോളേജ് നമുക്ക് ഒരു ഓപ്പൺ രാജുഭായി നിങ്ങൾക്ക് പഴയ പോലെ അലമ്പ. നമുക്ക് പല കുറെ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് ഗ്യാങ്ങിന്റെ അകത്തിന്. അതെല്ലാം മാറ്റിക്കൊണ്ട് ഷേക്ക് മേക്കർ റാമ്പോ നമുക്ക് ഫുൾ ഫ്രീഡം തന്നിട്ടുണ്ട്. പഴയതുപോലെ അലമ്പ. ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് പറയാം, ഇനി നിങ്ങളും പറഞ്ഞിട്ടുണ്ട് പഴയ നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന പോലെ കളിക്കുന്ന ഓൾഡ് രാജുഭായി, അത് ഓൾഡ് പ്ലെയർ, ഓൾഡ് പാൽക്കൻ, അങ്ങനെ നിങ്ങൾ ഓൾഡ് മൂഡ് എന്താണെന്ന് ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ഇതെല്ലാം പറയണേ, കേരളയുടെ എല്ലാവന്മാരും അടിച്ച് ജയിക്കും, അതല്ല അലമ്പ്. ലിറ്ററൽ അലമ്പ് എന്താണെന്ന്. ഓ നീ തൊപ്പി മാത്രമേ ഉള്ളൂ. പോയി താങ്ക് യു, മതി ഇഷ്ടം മതി, അടിച്ചു കയറി മാത്രമേ ഉള്ളൂ. ഇനി അലമ്പ് എന്തെന്ന് കാണിച്ചു തരാം, പഴയ അലമ്പുകൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും MRs ഇങ്ങനെ ആയിരുന്നു ചെയ്യാൻ പറ്റുമോ, ഇവർ ഇങ്ങനെയും ചെയ്യുമോന്നൊക്കെ. ബാക്കിയുള്ളവർ മാത്രം അലമ്പിയാ പോരല്ലോ ഗൈസ്. ഇനി സിറ്റിക്കകത്ത് അലമ്പ് എന്തെന്ന് കാണിച്ചു തരാം. ഞാൻ അത് ഓപ്പണപ്പായി പറയാം. ലിറ്ററൽ അലമ്പ്. ഞാൻ മറ്റേ അല്ലാമാരടിച്ച് തൊലച്ച് മറ്റേ ടോപ്പിയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആ ഒരു വീരവാദമൊന്നും ഞാൻ പറയണില്ല. അലമ്പ് കാണിച്ചത് മടുപ്പിക്കണം എങ്ങനെയെന്ന് കാണിച്ചിട്ട്. നമ്മളും കുറെ കാലം ഇതൊക്കെ തന്നെ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. പോജ അപരാധം, അതെ അപരാധം കാണിച്ചത്. സത്യം പറയാം, അതൊരു സംഭവം നിങ്ങൾക്കും കാണിച്ചു തരാം. അതിനുള്ള സംഭവം നമുക്കും കിട്ടിയിട്ടുണ്ട്. ആ ലിമിറ്റ് എത്തി. അപ്പം പറഞ്ഞത് എന്തായാലും നോക്കാം. ഓക്കെ റാംബോ. അപ്പൊ ഇനിയിപ്പോ ആരും അലമ്പി പോയല്ലോ. റാംബോ കണ്ടിട്ടില്ലല്ലേ പഴയ റാംബോ? ഇപ്പൊ പുതിയതില്ലേ? ഇവന്മാരെല്ലാം വെയിറ്റ് ചെയ്തിട്ട് ഇവന്മാര് റൈസം പറഞ്ഞ പുണ്ടച്ച് മക്കളും അവന്മാരെ കൊണ്ട് പറയിപ്പിച്ച തായോളികളും അവന്റെ അച്ഛനും അവന്റെ എല്ലാ പറയും ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ കേറട്ടെ, മനസ്സിലായ? അവന്റെ കുഞ്ഞമ്മയെ പണിയത് ആരെന്ന് വരെ ഞാൻ തെളിയിച്ചു കൊടുക്കാം. ഞാൻ കേറുന്നുണ്ട്, മനസ്സിലായ? അപ്പോഴും പറയണമല്ല, അപ്പോഴും എല്ലാരും എല്ലാം പറയണം. അപ്പൊ ഇനി മറ്റേ കൊതത്തിലടി കൊട്ടിപ്പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അല്ല പച്ച തീട്ട ഞാൻ തൂറിയിടും. പറഞ്ഞേരെ. നമ്മളെ ലൈവിൽ നമുക്ക് റേസിസം പറയാമല്ലോ, റേസിസം പറയാം, ബോഡി ഷെയിം പറയാം, ഇതേടെ ചെയ്യാം, കുഴപ്പമില്ലല്ലോ. നമ്മളെ ലൈവിൽ പറയാം. അവരെ POV കാണാതിരുന്നോ, നമ്മളല്ലാതെ ലൈവ് ചെയ്ത് പറയാം. എന്നും പറയാതാണ്, എന്തും പറയാം. ഗ്രോത്ത് അളിയ PC വെൽക്കം ടു ദി സ്ട്രീം, താങ്ക് യു ഫോർ ദി 40 രൂപീസ് സൂപ്പർ ചാറ്റ്. അത്രേ ഉള്ളൂ PC. നമ്മളെ ലൈവിൽ നമുക്ക് പലതും പറയാലോ. അതാണല്ലോ നമ്മളെ സർവ്വ സൈഡിൽ നിന്ന് കിട്ടിയ ഒരു സാധനമാണ്. നമ്മളെ ലൈവിൽ നിന്ന് നമുക്ക് റേസിസം പറയാം, ബോഡി ഷെയിം പറയാം. ഇതൊരു 18+ ഗെയിമാണ്, എന്താണ് ചെയ്യുന്നത് അവർ കേൾക്കാതിരുന്നാൽ മതി ഇൻ ഗെയിം എന്ന്. സോ യാ, നമ്മളിന്നിപ്പോ ആ ഒരു സാധനം തന്നെ നമ്മളും കാണിച്ചുതരാം. കാണിക്കാനുള്ളത് എല്ലാവരുടെ ഒരു 2 ദിവസം കൂടെ കാണിച്ചോളാൻ പറ. അമ്പത്തായിട്ട് കാണിച്ചോളാൻ പറ. കാണിക്കട്ടെ, എല്ലാം കാണിക്കട്ടെ. താങ്ക് യു ഫോർ ദ 50 രൂപീസ് ഗൂഗിൾ പേ സിബിൽ ബ്രോ. അടിക്കാൻ നല്ല പ്ലേയേഴ്സ് ഉണ്ട്, കുണയ്ക്കാനും. ബട്ട് അവർക്ക് കുണയ്ക്കാനുള്ള ഫ്രീഡം കൊടുക്കണം. മാനേജ്മെന്റിനോട് പറയണം രാജുഭായ്, ചില ഗ്യാങ്ങിന്റെ അടുത്ത് അത് കാണുന്നില്ല, അത് MRCക്ക് ഡിസഡ്വാൻറ്റേജ്. ഇല്ലല്ല, ഇനി ചില ഗ്യാങ് ഒന്നും ഇല്ല, എല്ലാ ഗ്യാങ്ങും നമുക്ക് ഇത് തന്നെ ഒരേപോലെ തന്നെ. എല്ലാ ഗ്യാങ്ങിന്റെ അടുത്ത് കുണയായാലും അലമ്പായാലും സംസാരങ്ങളായാലും നല്ല രീതിയിൽ തന്നെ. നമ്മളെ ലൈവിലായാലും നിങ്ങള് ഏത് സിറ്റുവേഷൻ ആയാലും നിങ്ങൾ ഒരു കാര്യം ഞാൻ എടുത്തു നോക്കും. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളാരും ഒരാളുടെ പേഴ്സണൽ ബോഡി ഷെയ്മിങ്ങോ കളർ വെച്ച് നമ്മളാരും അങ്ങനെ ഇതുവരെയ്ക്കും അങ്ങനെ അപരാധിക്കാറില്ല. ഇതുവരെയും കാണിച്ചിട്ടില്ല. ഇതുവരെ ഹോസ്റ്റേജ് എടുത്തിട്ടുള്ള ആരെയാണ് ബോഡി ഷെയ്ം ചെയ്തത്? ഇല്ലെന്നുണ്ടെങ്കിൽ ആരടുത്താണ് ഒരു പരിധി വിട്ട് പെരുമാറിയത്? ആരടുത്ത് ഒരു മൈരും കാണിച്ചിട്ടില്ല. അല്ല, ഹോസ്റ്റേജ് എടുത്ത് നമ്മൾ മാന്യത കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ കാണിച്ചൊരു അലമ്പത്തരും. നമ്മൾ ഹോസ്റ്റേജ് എടുത്തവരടുത്ത് പോലും നല്ല രീതിക്ക് സംസാരിക്കും, മര്യാദയും കാണിച്ചിട്ടുണ്ട്. അവസാനം പറഞ്ഞു വിടുമ്പോ പോലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വിടാറുണ്ട്. അല്ലല്ല, ഇനി ഇതൊന്നും കാണിക്കാൻ പാടില്ല. ഇതിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ഇതൊന്നും കാണിക്കാൻ പാടില്ല. നമ്മൾ കാണിച്ചാൽ നമ്മൾ മറ്റേ നന്മമരം കളിക്കണം എന്നാണ് കുറെ പുണ്ടാള് പറയണത്, മനസ്സിലായോ? ഇതൊന്നും കാണിക്കാൻ പാടില്ല. സുജിത് വിജയൻ, താങ്ക് യു ഫോർ 40 രൂപീസ് സൂപ്പർ ചാറ്റ്. പക്ഷെ മലയാളം എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടെ. ഞാൻ മലയാളത്തിൽ ചാറ്റ് ഇടരുത് ദയവ് ചെയ്ത്. മലയാളത്തിൽ ഇവിടെ ചാറ്റ് ഇടരുത്, ഞാൻ വായിക്കത്തില്ല. ബുള്ള PC എന്തായെന്ന് കിട്ടി, ബുള്ളിന്റെയും PC കിട്ടി കേട്ടല്ലോ. ഇനി അതെ അമ്മണി പശു ബാക്ക് ഇന്നാണ് എന്റെ അടുത്ത് ഡേറ്റ് പറഞ്ഞത്. PCTയാ? അമ്മണി പശു ബാക്ക് ഗൈസ്, അമ്മണി പശു ഇസ് ബാക്ക്.
എല്ലാരും വരും മോനെ, എല്ലാരും വരും. അമ്മിണി പശും പോയവന്മാര് back. എല്ലാം വരും. ഇനി അടിയൊക്കെ അലമ്പായിരിക്കും. കച്ചറ ഇനി ഒരു പണ്ടതലവേ അല്ല എല്ലാരും ഓപ്പൺ അപ്പ് ആയിക്കോ. എന്തോടാ പറഞ്ഞോ, എന്താടാ അവരാതിക്ക് അങ്ങനെ എന്നേതാ ഏട്ടാ ശരിയാവുന്നത് ഒന്നും നമ്മൾ പറയാൻ ഈ പറ്റില്ല. റൈസിസവും പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരുത്തന്റെ അടുത്ത് പറയാൻ പോകില്ല. അതിനിപ്പോ നമ്മള് 100 പറഞ്ഞാൽ പക്ഷ നമ്മൾ തിരിച്ച് റൈസിസം ഒന്നും നമ്മൾ ഒരുത്തന്റെ അടുത്തും പറയാൻ പോകില്ല. ജാതി അധിക്ഷേപം, കളറ്, ഇത് ബോഡി ഷേപ്പിംഗ്, ഇതൊന്നും നമ്മൾ ഒരിക്കലും ഒരിടത്തുനിന്ന് നമ്മൾ ഇന്നവരെ ചെയ്തിട്ടില്ല, ഇനി നാളെ ചെയ്യേയില്ല. അത് നമ്മളെ ഗ്യാങ്ങിൽ നമ്മൾ ആരും അനുവദിച്ചു കൊടുക്കൂല. ഒരുത്തരും പറയാൻ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടപടി എടുക്കും. അല്ലാതെ കണ്ട കുണ്ണാളെ പോലെ ബാക്കി നിന്നിട്ട് ചൊറിഞ്ഞു കൊടുക്കൂല. പറയടാ ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുവോ, നീ അങ്ങ് പറഞ്ഞോളേ, ഞാൻ ഒന്നും മിണ്ടില്ല, ഞാൻ ഒരു ഡെമ്മി തായോളിയാണെന്നും പറഞ്ഞ് ഞാൻ ബാക്കി ഇരിക്കൂല. മനസ്സിലായോ? ഓ, അത് കൊള്ളാം. ഇത് എന്ത് ടെമ്മിത്തരോട് തായോളിയൊക്കെ കാണിക്കണമെന്തോ അങ്ങനെ പറയുള്ളൂ. ഞാൻ ഇത്രയും നാള് ഇതിൽ കയറി ലൈവിൽ കയറി ഒരുത്തനെ ഞാൻ അനാവശ്യമായിട്ട് തായോളിന്ന് ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. മനസ്സിലായ? ഇതൊക്കെ ഇത്ര റൈസം പറഞ്ഞിട്ട് കൂടെ പറയടാ ഞാൻ വരാം.